മലൈക്കോട്ടെ വാലിബൻ ആരാണയോ? സർപ്രൈസ് ഉണ്ട്. കള്ളം പറയല്ലെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ചു പറയണോ നിങ്ങും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു ജോണറിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മന്ത്രിയായിരുന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് തോറ്റിരിക്കുന്നത്. കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടേ. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അതായത് ഇത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മാർക്കായിരിക്കും പറയുന്നത്. പറയൂ, അപ്പൊ നമ്മളൊന്നും മനസ്സിലാവും. അങ്ങയുടെ കൈവായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരാഗ്രഹം. ഷിബു പറഞ്ഞ പോലെ പ്രതിഭാസം എന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്നൊരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കുലിങ്ങനായാലും അറിയാൻ വാലിബൻ കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്, മദ്രാസിലാണ്. ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലൊരു സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. ഓക്കെ, അപ്പോൾ 25-ാം തീയതി സിനിമ റിലീസായാണ്. അപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം, ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25-ാം തീയതി. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട്. അത്ര നമുക്ക് നിലവിൽ പറയാനുള്ള ഒരു പത്രസമ്മേളനം നടത്താറുണ്ട്. പക്ഷേ ഇതുപോലൊരു പത്രസമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമത്തെ അനുഭവമാണ്. മാത്രവുമല്ല, എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹൈപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, അതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ലിജോയുടെ ഒരു സിനിമയാണ് ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണം. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളൊരു വിൻറ്റേജ് ബ്യൂട്ടി മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. മലയാളത്തിൻ്റെ സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരം. സ്ക്രീനിൽ മാത്രം പരിചയിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സിൽ ഒരു വലിയ നടൻ്റെ അദ്ദേഹത്തെ അടുത്തുനിന്ന് കാണാനും പരിചയപ്പെടാനും അദ്ദേഹം ഒരു സിനിമയിൽ സഹകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ലിജോ ആയിട്ട് എൻ്റെ ഒരു 3ാമത്തെ സിനിമയാണിത്. ഈ സിനിമ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ്. അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഭാഷ ആയിട്ട് അദ്ദേഹമായിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എൻ്റെ മെറ്റീരിയലും ലാംഗ്വേജാണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറും. ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള 6ാമത്തെ സിനിമയാണ് എൻ്റെ. ഈ 6 സിനിമകളിൽ 5 സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട
ഓളവും തീരവും എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു. MT സാറിൻ്റെ 10 കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധു സാർ ചെയ്യുന്ന ക്യാരക്ടറാണ്, ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ MT സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുൻപെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ എന്ന് ഈമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം ലിജോ വിളിക്കുന്നത്. അത് അതിലേറെ വലിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഇതിനെ ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ലാലേട്ടനോടൊപ്പം ആരും കൊതിക്കുന്ന, ഏതൊരു ആക്ടർ കൊതിക്കുന്ന ഒരു കഥാപാത്രത്തിനെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം, സാധാരണ നമ്മളൊരു സിനിമയിൽ 3-4 ദിവസം കഴിഞ്ഞ് വരുന്നു, പോകുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു, അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തോളം പ്രതിഭയോടും പ്രതിഭാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായ കാര്യം. I'm a huge fan of Mohanlal sir, a huge fan of Lijo sir's work, and I think for a Malayalam film it can't get bigger than this, having the grandeur of Lal sir and the absolutely amazing content and vision of Lijo sir. So I've done Marathi films, I've done Hindi films, but it's the first time I'm coming down south doing a film in Malayalam, and it's going to be releasing in Kannada, Tamil, Telugu and Hindi. So honestly it's like a dream project to be a part of. Along with Lal sir we have this very interesting cast. We are all coming from different worlds, and I'm sure you will love this experience on screen. The only Malayalam that I can speak is Kanda the Povanam. What is this? The teaser that you all have loved. I want to request Lal sir to say the lines in the teaser, and the actual meaning of the teaser, or whatever the teaser means, is going to be the film. The absolute truth and miracle on the cinema is a part of the teaser. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും നന്ദിയാണ് പറയാനാണ്. മലയാള സിനിമയുടെ തുടക്കമാണിത്. അപ്പോൾ ലിജോ സാറിനോടും ലാലേട്ടനോടും ശിവ സാറിനോടൊക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടക്കം തന്നെ ഒരു വലിയ, എല്ലാവരും ഒരേപോലെ നോക്കിക്കാണുന്ന ഒരു വലിയ മൂവിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു. അതിൽ ഒരുപാട് നന്ദി പറയുകയാണ്. ഞാൻ ഹോൾ ടീമിനോടും മഹാദേവരോടും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ പാട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനൊരു സോങ്. അപ്പോൾ ഒരുപാട് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ് ലിജോ സാറിനോടും എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും കാണാം. എല്ലാവരെയും പോലെ ഞാനും ഒരേപോലെ വെയിറ്റ് ചെയ്യുകയാണ് 25th. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കാത്തിരിക്കാം 25-ാം തീയതി വരെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ലിജോ സർ. ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അതിലൊരു ഭാഗമാകാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. പിന്നെ ലാലേട്ടൻ പുള്ളിലൂടെ ചെയ്യാൻ പറ്റിയത് അതിലേറെ സന്തോഷം. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ് 25-ാം തീയതി മൂവി കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Namaskaram. Yes. So, I am really honored and thrilled that I have worked with those legends. And when I got to know that Lijo sir wants to cast me in this film, and Mohanlal sir into it, so I feel like, yeah, my dream came true. So yeah, I want to say you in Malayalam that Ellavadum Nyangalude cinema Tichayu തിയേറ്ററിൽ പോയി കാണണം. ലിജോ ചേട്ടനോടെ നന്ദി പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാക്കിയതും അതേപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനൊപ്പം ഒരു സ്ക്രീൻ പങ്കിടാനൊരു അവസരം ഉണ്ടാക്കി തന്നെ ഒരു സ്വപ്നലോകത്തിലാണ്. കാരണം സിനിമയിൽ വരുന്നോ അഭിനയിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ഫിലിമിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോരാടുന്നതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിൽ വളരെയധികം അഭിമാനം, ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നതിൽ തന്നെ. സോ താങ്ക് യു സോ മച്ച് ലിജോ സർ ആൻഡ് ലാലേട്ടൻ ആൻഡ് എൻറ്റയർ ടീം ഓഫ് മലൈക്കോട്ടെ വാലിബൻ. താങ്ക് യു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. അവസരം തന്ന ലിജോ സാറിനും
ശിവ സാറിനും എല്ലാവർക്കും നന്ദി. ലിജോ സാറിനോട് അവസരം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ചോദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ 2-3 കൊല്ലം മുമ്പ് അവസരം ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് വിളിക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിജോ സാറ് അത് എത്ര കൊല്ലം കഴിഞ്ഞാലും വിളിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. വളരെ അറിയപ്പെടുന്ന ഒരു മറാത്തി, ഹിന്ദിയിലൊക്കെ ഉള്ളൊരു ആക്ട്രസ്സാണ്. വെരി ഗുഡ് ഡാൻസേഴ്സ്. വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനോജ് അദ്ദേഹം ഏറ്റവും വലിയൊരു ഡാൻസറാണ്. ഒരുപാട് ഷോകളിലും നമ്മുടെ ഈ സിനിമയിലും ഒരുപാട് അക്രോബാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോജിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഥ ഒരു ബംഗാളി ആണ്. അവർ ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ്. ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത. അദ്ദേഹം ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലുള്ള ആളാണ്. ഹരി അദ്ദേഹം വലിയ കളരി നടത്തുന്ന ആളാണ്. കളരി പയറ്റുകാരനാണ്. നമ്മുടെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ നല്ലൊരു ഡാൻസേഴ്സാണ്. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മുഖം വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. അതിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണികണ്ഠനെ എല്ലാവർക്കും അറിയാം. വേറെ പരിചയപ്പെടുത്തേണ്ടതല്ല, ഞാനിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയാണ്. താങ്ക് യു. കോമ്പിനേഷനുകളും മലയാളികൾ മാത്രമല്ല ഓൾ ഇന്ത്യ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടെയാണ്. അപ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു പുതുമ. കാരണം ലാലേട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലെന്ന് കഴിഞ്ഞ നേരിൻ്റെ പ്രൊമോഷനൊക്കെ വന്നപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഫാക്ടർ എന്താണ്? അതിനേക്കാൾ ഉപരി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്തോരാണ്? അല്ല, ഇങ്ങനത്തെ ഒരു ഷോണറിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനൊരു ഞാൻ പറഞ്ഞൊരു കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. അതിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, പ്രതികാരമുണ്ട്, അസൂയയുണ്ട്. അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ്. അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറയില്ല. നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതെവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാലദേശങ്ങളില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ്. അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു. കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ, അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ. അങ്ങനെയല്ല, ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം, അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം, പാട്ട് നന്നായിരിക്കണം, ലൊക്കേഷൻ നന്നായി, ഒരുപാട് ഫാക്ടറുണ്ട്. അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചുള്ള ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്നൊരു സിനിമയാണ്. നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻറ്റ്. അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പറയുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും വിജയ് എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത്. അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട്. ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു. കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ അങ്ങനെയാണ്. ഇനി 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത്. അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ. ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത്. അല്ല ലാലേട്ടൻ, ഇപ്പൊ ഇൻട്രോ സീനിൽ തിയേറ്റർ വിറയ്ക്കുന്നതാണ് എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ എങ്ങനെയാ ലാലേട്ടൻ്റെ വിറയ്ക്കുമോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെയല്ലല്ലോ, ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ്, അതൊരു സ്കില്ലാണ്.
ആ സ്കിൽ ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം. ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി മോൻ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ലിജു ചേട്ടാ, ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ആരാണയോ? ഇപ്പം നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താൻ നേരത്ത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആൻസർ. ഇപ്പം ജിനിച്ചേട്ടൻ സൂചിപ്പിച്ചിരുന്നു ലാലേട്ടന്റെ ഇന്റർവ്യൂ കാണാൻ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രത്തെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക. കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? കുലുങ്ങണ കാര്യം ഈ നൻപകൽ നേരത്ത് മയക്കം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികമൊന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്, അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറഞ്ഞിരുന്നത്. മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തോടുള്ള അപ്രോച്ച് ആയത് തരായിരുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത്. ഇതിലൊട്ടും തന്നെ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സർപ്രൈസുകളാണ് ഇതിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? സർപ്രൈസ് അല്ലേ? ഇതൊരു ബാഹുബലി പോലെ ഇത് സെക്കൻഡ് ഹാഫ്, ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതില് എന്തെങ്കിലും സത്യമുണ്ട്? ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകളുണ്ടോ? നിലവിലില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുറപ്പായിട്ടും നമുക്ക് പങ്കുവയ്ക്കാവുന്ന സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓൾറെഡി പറയുന്നുണ്ട്. ഓൾഡ് സെഞ്ചുറി ആണ് ഫിലിം എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രാമാറ്റിക് ആണോ ഹിസ്റ്റോറിക്കൽ ആണോ എന്നുള്ള ജോണർ വിട്ട് പറയുന്നത്? അല്ല, നമ്മള് ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു എന്താണ്, നമ്മളൊരു കഥയാണ് പറയുന്നത്. കഥ എവിടെ നമ്മളൊരു ഒരു കെട്ടുകഥ, ഇപ്പൊ നമ്മളൊരു അമർചിത്ര കഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നമ്മള് അതൊരു ത്രില്ലറാണ്, അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതെല്ലാം ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ടൈമും ഒരു നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ്, പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്, അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം. ലാലേട്ട, ഇപ്പം ശിവചേട്ടനൊക്കെ പറഞ്ഞതുപോലെ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുക, ഇതാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനം നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ്. അതെങ്ങനെയാണ് ലാലേട്ടൻ ഉൾക്കൊണ്ടുപോയത്? ലാലേട്ടൻ ഷിബു പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും എന്നൊക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്നൊരു സിനിമയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് തോന്നുന്ന വാക്കുകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു എന്താണ് ഒരു സ്ഥലത്ത് നടന്നൊരു കഥ, ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞത് പോലെയാണ് അല്ലേ. അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ, കോസ്റ്റ്യൂമ്, കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന
ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പം അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റീറെക്കോർഡിംഗ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല. ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്. മോഹൻലാൽ ലിജോ പല്ലിശ്ശേരി കൂട്ടുകെട്ടിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഈ സിനിമ കാണാനിരിക്കുന്ന പോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, മോഹൻലാൽ പുതിയ കാല സംവിധായകരോടൊപ്പം പുതിയ പ്രമേയങ്ങളും പുതിയ രീതിയിൽ സിനിമ കാണുന്നവരോടൊപ്പം വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കാം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ പുതിയ കഥയല്ല, പഴയ കഥയാണ്. പുതിയ രീതിയിൽ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം. അതിലേക്ക് നമ്മളും ബ്ലെൻഡായി എന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത സിനിമ ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ്. അങ്ങനെയല്ല. അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും. നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കൂടെ ഇഷ്ടം. നമുക്ക് തെറ്റുകൾ പറ്റാം. നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിരുന്നില്ല. പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ്. അപ്പം ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു നല്ല സിനിമയാണ്. അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലൈക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അല്ല ഞാൻ നാളെ എണീറ്റ് മലൈക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു കം ടു മീ. അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോയ്സ് ഒന്നുമില്ല. നമുക്ക് വരുന്നത് ചെയ്യണം. പക്ഷെ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അപ്പം ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. റഫീഖിന്റെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമയാണ്. ഇപ്പം നായകനാണെങ്കിലും അമ്മേനാണെങ്കിലും അതിനകത്തൊരു മിത്ത് അല്ലെങ്കിൽ വളരെ റിയാലിറ്റിയിലെ ഒരു മിത്ത് കലർന്നുള്ള പ്രസന്റേഷൻസ് ആണ് ഈ രണ്ട് സിനിമയിലുണ്ടായിരുന്നത്. മൂന്നാമത്തെ സിനിമയിലും അങ്ങനെ ഒരു പോപ്പുലർ നമുക്കിപ്പോൾ വാലിബന്റെ ഫസ്റ്റ് പോസ്റ്ററിൽ തന്നെ ഒരു കാലിന്റെ വലുപ്പമൊക്കെ വരുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഈ PS റഫീഖും ലിജോ പല്ലിശ്ശേരിയും കൂടുമ്പോൾ നിങ്ങളുടെ ഈ മിത്ത് എലമെന്റുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരാനുള്ള ഒരു കാരണം എന്താണ്? രണ്ടുപേരും ഞങ്ങൾ അത്തരം കഥകളിൽ ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് റഫീഖിൻ്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന